ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ മീൻ മ്യൂ. അതിൽ കേസ് 2 ആണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ എൻ മ്യൂ സിഗ്മ, സിഗ്മ അൺനോൺ എൻ ലാർജ്, ഈ കേസാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ സിഗ്മ അറിയാത്ത കേസാണ് നോക്കുന്നത്. അപ്പോൾ സിഗ്മ അൺനോൺ ആവുമ്പോൾ നമ്മൾ സാമ്പിൾ സൈസിൻ്റെ കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കണം. എൻ ലാർജ് ആണോ സ്മോൾ ആണോ എന്ന് കൂടി നോക്കണം. അപ്പം ഇതാണ് സെക്കൻഡ് കേസ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പോപ്പുലേഷൻ മീൻ മ്യൂവിനുള്ള ഒരു ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സാമ്പിൾ മീൻ എക്സ് ബാർ എന്നാണ്. അതായത് സാമ്പിൾ മീൻ എക്സ് ബാർ ഉപയോഗിച്ചിട്ടാണ് പോപ്പുലേഷൻ മീനിനുള്ള എസ്റ്റിമേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ കേസിൽ സാമ്പിൾ മീൻ എക്സ് ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ. നേരത്തെ സിഗ്മ ബൈ റൂട്ട് ആണ് നമ്മൾ സിഗ്മ നോണായ കേസിൽ എഴുതിയത്. ഇപ്പോൾ സിഗ്മ അറിയില്ല എന്നുണ്ടെങ്കിൽ സിഗ്മയ്ക്ക് പകരം സിഗ്മ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു. അപ്പോൾ സാമ്പിളിൻ്റെ എസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും, എസ് ബൈ റൂട്ട്. ദെൻ ദ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഇസ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ. ദിസ് ഫോളോസ് N01. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്തതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഏരിയ പ്രോപ്പർട്ടിയിൽ തുടങ്ങി ഈ നേരത്തെ ചെയ്ത മാതിരി തന്നെ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ എന്നുള്ളവിടെ നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നോക്കുക. നമ്മളെന്താണ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 ഇസ് ഈക്വൽ ടു 0.95 കിട്ടണം. എനിക്ക് 95% കോൺഫിഡൻസ് ഇൻ്റർവെലാണ് കാണേണ്ടതെങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്സ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒരേ ഒരു വ്യത്യാസം, സിഗ്മയെ നമ്മൾ എന്ത് ചെയ്യണ്ടു, എസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ ഇസ് എന്താണ്, എക്സ് ബാർ മൈനസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ. നേരത്തെ എഴുതിയ സ്ഥാനത്ത് ഞാൻ എസ് ബൈ റൂട്ട് എൻ, അത് ഒരു ലോവർ ലിമിറ്റാണ് അതിൻ്റെ. ഇവിടെ എക്സ് ബാർ പ്ലസ് 1.96 ഇൻറ്റു എസ് ബൈ റൂട്ട് എൻ. ഇതാണ് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ. അതുമാതിരി 98 വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 1.96ൻ്റെ സ്ഥാനത്ത് ആരെഴുതും, 2.326 കൊണ്ട് റീപ്ലേസ് ചെയ്യും. 99% ആണ് വരുന്നതെങ്കിൽ 2.58 കൊണ്ട് ഈ ടേബിൾ വാല്യൂവിനെ റീപ്ലേസ് ചെയ്യും. അതുമാതിരി 90% ആണ് വരുന്നതെങ്കിൽ 1.645. ഈ നമ്പേഴ്സ് നമുക്ക് എന്തായാലും ഓർമ്മിച്ച് വെക്കേണ്ട നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കോൺഫിഡൻസ് ഇൻ്റർവെല്ലും എഴുതി. അല്ലെങ്കിൽ ഇൻ ജനറൽ വാട്ട് ഈസ് 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവെൽ, അതാണ് നമ്മൾ ജനറലായിട്ട് എഴുതുന്നത്. ദറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ബാർ മൈനസ് ഈ 1.96 ആയിക്കോട്ടെ, ഈ നമ്പർ ഏതും ആയിക്കോട്ടെ, അതെല്ലാം തന്നെ ടേബിൾ വാല്യൂസാണ്. അതിന് ഞാൻ ജനറലായിട്ട് സെഡ് ആൽഫ ബൈ 2 കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ കോമ എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട്. ഇങ്ങനെയാണ് കേസ് 2വിൽ നമ്മൾ എന്തെഴുതുന്നത്, ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവെല്ലുകൾ എഴുതുന്നത്. അടുത്തത് നമ്മൾ കേസ് 3 പോവുകയാണ്. കേസ് 3ൽ when samples are taken from normal population n mu sigma, sigma unknown n small. അപ്പോൾ ഈ കേസ് 3ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ്. കേസ് 3 ആകുമ്പോഴേക്ക് സിഗ്മ അൺനോൺ എൻ സ്മോൾ ആവുമ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല വരിക. അവിടെയാണ് നമ്മൾ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീനിൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് ഓഫ് n മൈനസ് 1. This follows a T distribution with n-1 degrees of freedom. ഈ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ കേസ് 3ൽ മാത്രം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, കോൺഫിഡൻസ് ഇൻ്റർവെൽ അല്ലെങ്കിൽ ഇൻ്റർവെൽ എസ്റ്റിമേറ്ററിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് 95% കോൺഫിഡൻസ് ഇൻ്റർവെലാണ് കാണേണ്ടത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഏരിയ പ്രോപ്പർട്ടി ഇല്ല, ടി ഡിസ്ട്രിബ്യൂഷനൊന്നും ഏരിയ പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ ഇങ്ങനെ കറസ്പോണ്ടിങ് ഇന്ന വാല്യൂവിൻ്റെ ഇടയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ടി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഒരേ വാല്യൂവിൻ്റെ മൈനസും പ്ലസും കണ്ടുപിടിക്കാം. അപ്പോൾ ടി ടേബിളിൽ നിന്ന് എനിക്ക് രണ്ട് ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കാം. മൈനസ് ടി ആൽഫ ബൈ 2ഉം പ്ലസ്
ടി ആൽഫ ബൈ 2 എന്ന് പറഞ്ഞ രണ്ട് ടേബിൾ വാല്യൂസ്. ഈ ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ വാല്യൂസ് ആണ്. ദേ ആർ ടേബിൾ വാല്യൂസ് ദാറ്റ് ആർ ഒബ്റ്റെയിൻ ഫ്രം സ്റ്റുഡൻസ് ടി ടേബിൾസ്. സ്റ്റുഡൻസ് ടി ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂസ് ആണ് ഇത്. അത് സോ ദാറ്റ് നമുക്ക് കിട്ടിയ ടി എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ടി ലൈസ് ബിറ്റ്വീൻ മൈനസ് ടി ആൽഫ ബൈ 2 ആൻഡ് പ്ലസ് ടി ആൽഫ ബൈ 2. അതിനുള്ള പ്രോബബിലിറ്റി 0.95 ആവുന്ന രീതിയിൽ എനിക്ക് സ്റ്റുഡൻസ് ടി ടേബിളിൽ നിന്ന് ഒരു ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാം. ആ ടേബിൾ വാല്യൂൻ്റെ നെഗറ്റീവ് തന്നെയാണ് ഇവിടെ വരുന്നത്. എങ്ങനെയാണ് ഈ ടി ആൽഫ ബൈ 2 കണ്ടുപിടിക്കുന്നത് അറിയോ? ഞാൻ സ്റ്റുഡൻസ് ടി ടേബിളിൽ 2 ടേൽഡ് ടേബിൾസ് നോക്കണം. ഇത് രണ്ട് സൈഡിൽ ഒരേപോലെ വരുന്നത്. അപ്പോൾ രണ്ട് ടേബിളുകളുണ്ട്. അപ്പോൾ 2 ടേൽഡ് ടി ടേബിളുകളിൽ ഞാൻ 0.95 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുമ്പോൾ 1 മൈനസ് ആൽഫയല്ലേ. അപ്പോൾ ആൽഫ ഞാൻ എടുത്തിരിക്കുന്നത് 0.05 ആയിരിക്കും. അതിൽ ഞാൻ നോക്കിയാൽ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ആൽഫ 0.05ഉം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയിൽ നോക്കണം? n-1 നോക്കുമ്പോൾ എനിക്കൊരു ടേബിൾ വാല്യൂ കിട്ടും. അതാണ് ഞാനിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമുക്ക് എത്രയാണ് സാമ്പിൾ സൈസ് എന്ന് നോക്കി. അതാണ് ഇവിടെ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതാണ്. അപ്പോൾ എൻ്റെ സാമ്പിൾ സൈസ് 10 ആണെങ്കിൽ ഞാൻ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നോക്കണം. അപ്പോൾ ഇവിടെ ലെവൽ ആൽഫ എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. ആൽഫ നോക്കൂ, 2 ടേൽഡും 1 ടേൽഡും തന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് നോക്കേണ്ടത് 0.05 എന്ന് പറഞ്ഞത് അത് അവിടെ 0.05 കിടക്കുന്നു. അതിൽ എനിക്ക് എൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആണെങ്കിൽ ഞാൻ 9ൽ നോക്കും. എൻ്റെ സാമ്പിൾ സൈസ് നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ സാമ്പിൾ സൈസ് 15 ആണെങ്കിൽ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 14ലാണ് നോക്കേണ്ടത്. അപ്പം 0.05 ഞാൻ എന്ത് ചെയ്യും? 14ലുള്ള വാല്യൂ. അപ്പോൾ അവിടെ എന്തായിരിക്കും? 2.145. അതായത് ഇവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ പറയാൻ സാധിക്കാത്തത് ഇവിടെ ടേബിൾ വാല്യൂ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനനുസരിച്ചിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ 0.05 ഒരു ടേബിൾ വാല്യൂ ആണുള്ളത്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഓരോ വാല്യൂ ആണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ 1.96 പോലെ ഒരു നമ്പർ അവിടെ പറയാൻ സാധിക്കാത്തത്. പക്ഷേ ടേബിൾ നോക്കിയിട്ട് നമുക്ക് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ടേബിൾ നോക്കിയത്? ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും പിന്നെ ആൽഫ നോക്കിയിട്ടും, അതായത് 2 ടേൽഡിൽ ആൽഫ നോക്കിയിട്ടുമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടേബിൾ വാല്യൂ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സൗകര്യമാണ്. അപ്പോൾ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് ടി ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടുത്തെ ടി ഏതാണ്? x bar minus mu divided by s by root of n-1 less than or equal to plus t alpha by 2 is equal to 0.95. ഇതാണ് അല്ലേ. അപ്പോൾ നേരത്തെ ചെയ്ത മാതിരി നമ്മളെ ലക്ഷ്യം എന്താണ്? നമുക്ക് വേണ്ടത് മ്യൂവിനുള്ള ഒരു എസ്റ്റിമേറ്ററാണ്. അപ്പോൾ എനിക്ക് ഒരു T1ഉം T2ഉം നമ്മൾ കണ്ടുപിടിക്കണം. ഈ സാമ്പിൾ വാല്യൂസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ട് സോ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 ഈസ് ഈക്വൽ ടു 0.95. അപ്പോൾ നമുക്ക് കിട്ടിയ ആളെ നമ്മൾ എടുത്ത് എഴുതുന്നു. നമുക്ക് കിട്ടിയത് പ്രോബബിലിറ്റി ഓഫ് മൈനസ് ടി ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1. അതാണ് നമ്മൾ അപ്പുറത്തെ പേജിൽ എഴുതിയത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ടി ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു 0.95 എന്ന് ഞാൻ എഴുതി അല്ലേ. ഇനി നമുക്ക് മ്യൂവിനെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ ദിസ് ഡിനോമിനേറ്റർ. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ. എസ് ബൈ റൂട്ട് ഓഫ് n-1 കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? പ്രോബബിലിറ്റി ഓഫ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് ഓഫ് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് ഓഫ് n-1. ദിസ് ഇസ് ഈക്വൽ ടു 0.95. ഇനി നിങ്ങൾക്കറിയാം, ഇനി ഒഴിവാക്കേണ്ടത് എക്സ് ബാറിനെയാണ്. അപ്പോൾ മൈനസ് എക്സ് ബാർ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് മൈനസ് എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് ഓഫ് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് ഓഫ് n-1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95. എഗെയിൻ മൈനസ് മ്യൂ വന്നതുകൊണ്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. അപ്പോൾ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2
s by root of n minus 1 greater than or equal to mu greater than or equal to x bar minus 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ സൈനൊക്കെ മാറും. x bar minus t alpha by 2 s by root of n minus 1 which is equal to 0.95. ഇനി നമ്മൾ എന്ത് ചെയ്യണു? ഇതിനെ അങ്ങോട്ട് തിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ എന്തെഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1 ഇതിനാദ്യം എഴുതി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ മ്യൂ മാത്രമാണ് ഇവിടെ നടുവിൽ വന്നിരിക്കുന്നത്. ഈ രണ്ട് സൈഡിൽ വന്നത് സാമ്പിളിൻ്റെ ഫങ്ഷൻസ് ആണ്. അതാണ് T1ഉം T2. അപ്പോൾ വാട്ട് ഈസ് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ? that is given by x bar minus t alpha by 2 s by root of n minus 1 comma x bar plus t alpha by 2 s by root of n minus 1. ഇതാണ് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ. ഇനിയിപ്പം 98 കാണുകയെന്ന് വെച്ചാൽ ടി ആൽഫ ബൈ 2 കാണുന്നത് 0.02 നോക്കുക. 99% കാണുമ്പോൾ ആൽഫ 0.01 ടേബിളിൽ നോക്കിയാൽ മതി. ഇനി നമ്മൾ ഫോർത്ത് കേസാണ് നോക്കുന്നത്. വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം എനി ലാർജ് പോപ്പുലേഷൻ സിഗ്മ നു. ഇപ്പോൾ ലാർജ് പോപ്പുലേഷനുകളിൽ എടുക്കുകയാണെങ്കിൽ എക്സ് ബാർ വിൽ ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സിഗ്മ ബൈ റൂട്ട് എൻ ഓർ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് എൻ ഫോളോസ് N01. ഇത് നമ്മളെ ഫസ്റ്റ് കേസിന് സിമിലർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എന്തായിരിക്കും 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ? എന്തായിരിക്കും? എക്സ് ബാർ മൈനസ് 95 ആകുമ്പോൾ 1.96 സിഗ്മ ബൈ റൂട്ട് എൻ കോമ എക്സ് ബാർ പ്ലസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ. ഇതേമാതിരി 98ഉം 99ഒക്കെ നമുക്ക് ഈ ടേബിൾ വാല്യൂ വ്യത്യാസപ്പെടുത്തിയിട്ട് എഴുതാം. ദെൻ when large samples are taken from any large population sigma nu large sample ആണ്. അപ്പോൾ n large ആണ് ഇവിടെ അല്ലേ. അപ്പം ഇവിടെ എക്സ് ബാർ വിൽ ഫോളോ n mu s by root n. ഇത് ഏത് കേസിന് സിമിലർ ആണ്? കേസ് 2 തന്നെയാണ്, അതിന് സിമിലർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇപ്പം 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എഴുതുമ്പോൾ എക്സ് ബാർ മൈനസ് 1.96 ഇൻറ്റു എസ് ബൈ റൂട്ട് എൻ കോമ എക്സ് ബാർ പ്ലസ് 1.96 ഇൻറ്റു എസ് ബൈ റൂട്ട്. ഇങ്ങനെയാണ് സാമ്പിൾ മീനിനുള്ള ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് ഒക്കെ കാണുമ്പോൾ നോക്കൂ, നമ്മൾ ചെയ്തത് എന്താണ്? അതിനൊരു കോമൺ പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നമ്മൾ മ്യൂവിനുള്ള ഇത് കാണുമ്പോൾ, മ്യൂവിനുള്ള ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതിയത്? മ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാമ്പിളുടെ സ്റ്റാറ്റിസ്റ്റിക്കാണ് എഴുതിയത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്റ്റിമേറ്റർ, പോയിൻ്റ് എക്സ്റ്റിമേറ്ററാണ് നമ്മൾ ആദ്യം എഴുതിയത്. പോയിൻ്റ് എക്സ്റ്റിമേറ്റർ എഴുതി. പിന്നെ മൈനസും പ്ലസ്സും അല്ലേ, പ്ലസ് ഓർ മൈനസ്. ഇതെന്താണ്? 1.96 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേബിൾ വാല്യൂ ആണ്. ടേബിൾ വാല്യൂ എന്ന് എഴുതി. ആൻഡ് അതിന് ശേഷം വന്നിരിക്കുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇററാണ്. അപ്പോൾ ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള പാറ്റേൺ. പോയിൻ്റ് എക്സ്റ്റിമേറ്റർ, ഒരു ഇൻ്റർവെൽ എക്സ്റ്റിമേറ്റിൻ്റെ പാറ്റേൺ എന്താണ്? പോയിൻ്റ് എക്സ്റ്റിമേറ്റർ ആദ്യം എഴുതും, പ്ലസ് ഓർ മൈനസ് ടേബിൾ വാല്യൂ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഇറർ. ഈ ടേബിൾ വാല്യൂ ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല. എല്ലാത്തിനും ഒരു കോമൺ കാര്യം പ്ലസും മൈനസും ചെയ്തിട്ടുണ്ടല്ലോ. അതിന് നമ്മൾ പറയുന്ന പേരാണ് മാർജിൻ ഓഫ് ഇറർ. ദിസ് ഇസ് കോൾഡ് മാർജിൻ ഓഫ് ഇറർ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ കോമൺ പാറ്റേൺ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഏത് പറഞ്ഞാലും നമുക്കതിൻ്റെ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് പറയും. ഇപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മ്യൂവിൻ്റെ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് പറഞ്ഞാൽ എക്സ് ബാർ, പോയിൻ്റ് എസ്റ്റിമേറ്റർ എക്സ് ബാർ പ്ലസ് ഓർ മൈനസ്. ഇപ്പോൾ 95% ടേബിൾ വാല്യൂ ഇസ് 1.96. സ്റ്റാൻഡേർഡ് എറർ സിഗ്മ ബൈ റൂട്ടിനാണ് വെച്ചാൽ അത് എഴുതുക, എസ് ബൈ റൂട്ടിനാണ് വെച്ചാൽ അത് എഴുതുക. അപ്പോൾ ടിയുടെ കേസാണ് വെച്ചാൽ സ്മോൾ സാമ്പിൾസ് ആണെങ്കിൽ പോയിൻ്റ് എസ്റ്റിമേറ്റർ എക്സ് ബാർ plus or minus table value is t alpha by 2. Standard error is s by root of n minus 1. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വയ്ക്കണം.